ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മുട്ടയും ചിക്കനും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ചിക്കൻ എഗ് റോളാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ച് എല്ലില്ലാത്ത പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് വരുന്ന ഗരം മസാലയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. 1.5 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് 2 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് തൈരാണ്. 2 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. നമ്മളെടുക്കുന്ന ചിക്കൻ അനുസരിച്ചിട്ട് തൈര് എടുക്കണേ. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 കിലോൻ്റെ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, എല്ലില്ലാത്ത പീസ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതനുസരിച്ചിട്ട് നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റി ആയിരിക്കും. ഞാൻ ഒരു അരമണിക്കൂർ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇത് ഞാൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഇതേപോലെ ഒരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വളരെ കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസുകൾ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കുറച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെക്കേണ്ട കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് എന്താ പറയുക, കരിഞ്ഞു പോകും, കുക്കാകില്ല. പക്ഷേ എല്ലില്ലാത്ത പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടും. എന്നാലും ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കുറച്ച് വെച്ചിട്ട് ഒരു ഭാഗം ആയ സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ചിക്കനും മുട്ടയും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കുട്ടികൾക്ക് ഒരു 4 മണി ചായക്കപ്പോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ രാത്രി ഡിന്നറിനോ ഒക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള ഒരു എഗ് റോളാണ് കേട്ടോ, ചിക്കൻ എഗ് റോള്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവാളയുടെ പകുതി മാത്രമാണ് എടുത്തിട്ടുള്ളത്. അത് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു കുറച്ച് മല്ലിയില അതുകൂടെ ചേർക്കുക. അതിനുശേഷം ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്കൊരു 2 പിഞ്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ വരെ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതേപോലെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മൈദ വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിന് പകരം ഗോതമ്പ് പൊടിയും ഉപയോഗിക്കാം. ഈ മൈദയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കോഴിമുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കലക്കിയെടുക്കണം. നമ്മൾ സാധാരണ ഒരു ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിൽ വേണം നമ്മളിതൊന്ന് കലക്കിയെടുക്കാനായിട്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. അതേ ഞാൻ നന്നായിട്ടൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒന്ന് ബ്രഷ് ചെയ്യാം. ഞാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് നമ്മുടെ മാവിൽ നിന്ന് കുറച്ച് കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പം മാവിൻ്റെ ആ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഒരു ദോശ മാവിൻ്റെ കൺസിസ്റ്റൻസിയാണ്. ഒന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം ഒരു ഭാഗം ഇങ്ങനെ കുക്കായി വരുമ്പോൾ മാവൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മുട്ടയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്നിങ്ങനെ ആകുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം താത്തി വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് ഒരെണ്ണം ഇവിടെ ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. ഞാൻ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മയോണൈസ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ആ ഒരു അപ്പത്തിൻ്റെ മുകളിലേക്കാണ് ആക്കി കൊടുക്കുന്നത്. പിന്നെ ഇത് നമ്മൾ ഹോം മെയ്ഡ് മയോണൈസാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്താ പറയുക, നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ വെച്ച് കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. ഫില്ലിംഗ് ഒക്കെ എത്ര വേണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്തി ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരല്പം കുക്കുംബർ കൂടി ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കാം. പക്ഷെ ഇതൊക്കെ ഒന്ന് ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്തെടുത്താലും നല്ലതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ചോപ്പറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം മയോണൈസ് കൂടി ഒന്ന് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം.
ഈ സോസിൻ്റെ മയോണൈസിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഈ ഒരു ചിക്കൻ എഗ് റോള് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്ന അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.